വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് മദേഴ്സ് ഡേ സ്പെഷ്യൽ. മദേഴ്സ് ഡേയെ കുറിച്ച് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അമ്മമാരെ ഒരു ദിവസമാണോ ആദരിക്കേണ്ടത്? ശരിയാണ്, അമ്മമാരെ ഒരു ദിവസമല്ല ആദരിക്കേണ്ടത്. അമ്മമാരെ അവരുടെ മരണം വരെ സ്നേഹിക്കുകയും കരുതൽ കൊടുക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നത് എല്ലാ മക്കളുടെയും ഉത്തരവാദിത്വവും കടമയുമാണ്. ഇവിടെ മദേഴ്സ് ഡേ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന പോലെ അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം ആഘോഷിക്കുന്നതാണ്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന അമ്മയെ നിങ്ങൾക്ക് ആർക്കും പരിചയമുണ്ടാവില്ല. അത് എൻ്റെ സ്വന്തം അമ്മയും അമ്മയുടെ ഹൈലൈറ്റ് ചെയ്ത ചില ക്വാളിറ്റീസും അതിൽ പലതും ഞാൻ ഇപ്പോഴും അതിശയപൂർവ്വം നോക്കിക്കാണുന്നതുമാണ്. കണ്ടുകളി അല്ലേ? എൻ്റെ അമ്മയുടെ അതിശയിപ്പിക്കുന്ന ഞാൻ കണ്ട ക്വാളിറ്റി ഉപവാസവും ചാരിറ്റിയാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ മമ്മി കടപ്പാകുന്നത് വരെ എന്നും ചെയ്തിരുന്ന ഒരു സംഭവമാണ്. അത് ഉപവാസമാണെന്ന് ലോകത്തിൽ ഒരു മനുഷ്യർക്കും മനസ്സിലായിട്ടുമില്ല. അങ്ങനെയുള്ള ഉപവാസം നടത്തിയിരുന്ന ഒരാളാണ് അമ്മ. ഒരു ദിവസം പോലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അമ്മ രാവിലെ മുതൽ ഇങ്ങനെ ഓരോരോ പണികളായിട്ട് പിള്ളേരുടെയും പണിക്കാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ നടക്കും. 12 മണിക്ക് ശേഷം പല്ല് പോലും തേക്കുന്നത്. ഇതിനിടയ്ക്ക് കട്ടൻ കാപ്പി മാത്രമാണ് കുടിക്കുന്നത്. 12 മണിക്ക് പല്ല് തേച്ചാലും മമ്മി ഞങ്ങൾക്കും ഞങ്ങളുടെ വീട്ടിൽ വല്യപ്പനും വല്യമ്മയുണ്ട്, വല്യപ്പനും വല്യമ്മയ്ക്കും എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്തതിന് ശേഷം 1-1:30 ആകുമ്പോഴാണ് മമ്മിയുടെ ഒരു ദിവസത്തെ ആദ്യത്തെ ആഹാരം മമ്മി കഴിക്കുന്നത്. ഇതിനു മുമ്പ് വളരെ അതിശയിപ്പിക്കുന്ന വേറൊരു സംഭവമുണ്ട്. ഞങ്ങളുടെ നാട്ടില് ഒരു പാവപ്പെട്ട ഒരു പുലയനുണ്ട്. ആ പുലയൻ രാവിലെ 10 മണിയാകുമ്പോൾ ഞങ്ങളുടെ അടുക്കള വശത്ത് ഉണ്ടാകും. അയാൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. കഞ്ഞി വെന്തു ഊറ്റുന്നതിന് മുമ്പ് മമ്മി ഒരു പാത്രത്തിൽ അയാൾക്കുള്ള കഞ്ഞി, തേമാമൂപ്പിനുള്ള കഞ്ഞി എടുത്ത് പാത്രത്തിൽ മാറ്റിവെക്കും. എന്നിട്ട് ഞങ്ങളുടെ കപ്പയുടെ കറിയും അച്ചാറും ഒക്കെ കൂട്ടി അയാൾക്ക് സെർവ് ചെയ്യും. ദാറ്റ് മീൻസ് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ ലഞ്ച് സെർവ് ചെയ്യുന്നത് ഒരു പുലയന്. അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും അയാൾ ഞങ്ങളുടെ അടുക്കള ഇങ്ങനെ ഉണ്ടായിരുന്നു. ഉപവാസവും ചാരിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും അമ്മ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ പള്ളിയിൽ നെയ്ത്ത് കവണി മാത്രം ഉപയോഗിക്കുന്ന ഒരമ്മച്ചിയായിരുന്നു. അതുപോലെ ഒരുങ്ങി ഏറ്റവും നന്നായി ഡ്രസ്സപ്പ് ചെയ്ത് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരമ്മച്ചിയാണ് എൻ്റെ അമ്മ. പെൺമക്കളും എല്ലാ മക്കളും വിദ്യാഭ്യാസത്തിന് അമ്മയ്ക്ക് ഭയങ്കര ഒരു ഫോക്കസ് ആയിരുന്നു. എപ്പോഴും പറയും, മക്കളെ പഠിച്ച് വല്ല നിലയിലാകാൻ നോക്ക്. വീട്ടിൽ ഒത്തിരി പണിയുണ്ടെങ്കിലും അമ്മയ്ക്ക് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലും നമ്മൾ ബോധർ ചെയ്യത്തില്ല. ഞാനത് മമ്മീനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തു. പഠിക്കണേലും ഇല്ലേലും ഞാനൊരു പുസ്തകവും തുറന്നു വെച്ച് അവിടെ ഇരിക്കും. പാവം എൻ്റെ അനിയത്തി, അവൾക്ക് പഠിക്കാൻ കഴിയില്ല. അവളാണ് മമ്മിക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എടുത്തു പറയപ്പെടുന്ന വേറൊരു ക്വാളിറ്റിയാണ് മമ്മി ആ വീട്ടിൽ കെട്ടിവന്ന മമ്മിയുടെ ആൺപിള്ളേർ കെട്ടിവന്ന ഒറ്റ പെണ്ണുങ്ങളെ കുറിച്ചും ആരോടും ഒരു കുറ്റം പറയില്ല. ബന്ധുമിത്രാദികളുടെ ഇടയ്ക്കോ അയൽക്കാരുടെ ഇടയ്ക്കോ ഒരു ഗോസിപ്പും ഇല്ല, ഒരു കുറ്റവും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും ആ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞാലും മമ്മിയുടെ മരുമക്കളെ ജസ്റ്റിഫൈ ചെയ്തേ നിൽക്കുള്ളൂ. വേറൊരു റയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മമ്മിയുടെ സഹോദരങ്ങളെ ഒരിക്കലും കുറ്റം പറയത്തില്ല. അവരോട് സഹോദര സ്നേഹത്തിന്റെ ഒരു മാതൃകയായിരുന്നു എൻ്റെ അമ്മ. സഹോദരങ്ങൾ പലതരത്തിലും മാനുഷികമായ ബലഹീനതയുള്ളത് കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഒരിക്കലും അവരെ കുറിച്ച് മോശമായിട്ട് മമ്മി പുറത്ത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇപ്പോഴും ഞങ്ങളെ അറ്റ്ലീസ്റ്റ് എന്നെ അതിശയിപ്പിക്കുന്ന ക്വാളിറ്റിയാണ്. മമ്മി, വി ലവ് യു, വി മിസ് യു, ഹാപ്പി മദേഴ്സ് ഡേ.